2031 കേരളം എങ്ങനെയായിരിക്കണം? അതായത് പ്ലാറ്റിനം ജൂബിലിയുടെ വർഷത്തിലേക്ക് കടക്കുകയാണ് കേരളം 2031. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ഒരു വിഷന് രൂപം കൊടുക്കുന്നതിന് വേണ്ടി 33 സെമിനാറുകളാണ് കേരളത്തിൽ ഇതിനോടകം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 2 കോട്ടയത്ത് വെച്ചാണ്. അതിലൊന്ന് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സെമിനാറും 2 സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയവും കോട്ടയത്ത് കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നതിനാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. മറ്റ് സെമിനാറുകൾ കേരളത്തിലെ പല ജില്ലകളിലായി ചിലതെല്ലാം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ചിലതിനിയും നടക്കാൻ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂരിൽ വെച്ച് തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സെമിനാർ നടക്കുകയാണ്. ഇന്ന് എറണാകുളത്ത് IT ആയി ബന്ധപ്പെട്ട സെമിനാറുകൾ നടക്കുകയാണ്. ഇങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമുക്ക് ഭാവി എങ്ങനെയായിരിക്കും ഒരു വിഷൻ രൂപം കൊടുക്കുക. 2031 പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കേരളം കടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സഹകരണ മേഖലയെ പരിവപ്പെടുത്തേണ്ടത്? നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പാക്കിയ സഹകരണ മേഖലയുടെ സമാനതകളില്ലാത്ത നേട്ടങ്ങളെ സംബന്ധിച്ച് ഇവിടെ വകുപ്പ് സെക്രട്ടറി തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കും. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ വിഷനിൽ നമ്മൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം? അതിൽ പ്രധാനമായും ചർച്ചയിലേക്ക് വരുമ്പോൾ 9 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞാണ് ഇത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ വിഷയവും ആ വിഷയം ഏതിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് സംബന്ധിച്ച ഡയറക്ഷൻ ഇവിടെ തരുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ അവിടെ പ്രകടിപ്പിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയൊരു ആശയ പ്രപഞ്ചം തീർക്കലാണ്. സഹകരണ മേഖലയിൽ 2031 എത്തുമ്പോഴേക്ക് ഏതെല്ലാം മേഖലകളിൽ നമുക്ക് കടന്ന് ഇപ്പൊ തന്നെ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖല കൂടുതൽ കാര്യക്ഷമമായി വിപുലവും വിശാലവുമായ കാഴ്ചപ്പാടിൽ എങ്ങനെ കടന്നു വരാം എന്ന വിഷനാണ് നമ്മളിവിടെ രൂപം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കാലോചിതമായി സഹകരണ മേഖലയിൽ നമുക്ക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും ഇടപെടുന്നതിനും ഒറ്റപ്പെട്ട രൂപത്തിലെങ്കിലും അനഭിലഷണീയമായ പ്രവണതകൾ കടന്നു വരുന്നതിനും തടയുന്നതിനും എല്ലാം സഹായിക്കുന്ന നിയമ ഭേദഗതി നമ്മുടെ കേരള നിയമസഭ പാസാക്കി. ആ നിയമ ഭേദഗതി 57 ഭേദഗതിയോടുകൂടിയാണ് സഭ അംഗീകരിച്ചത്. 57 നിയമ ഭേദഗതിയിൽ 969 മൂല നിയമത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ മേഖല പ്രവർത്തിച്ചു പോകേണ്ടതെന്നും ഇതുവരെയുള്ള അനുഭവങ്ങളിൽ തെറ്റായ പ്രവർത്തനങ്ങളെ തടയാൻ ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകളും നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കാമെന്നും ഈ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോളം പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഏതു തരത്തിലുള്ള പുതിയ രൂപത്തിലുള്ള സംരക്ഷണം ഉറപ്പാക്കണമെന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചും എല്ലാമാണ് ഈ 57 നിയമ ഭേദഗതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമത്തിനൊരു പ്രാധാന്യമുണ്ടായിരുന്നത് ഈ നിയമം പാസ്സാക്കുമ്പോൾ ഇപ്പോഴത്തെ 15ാം കേരള നിയമസഭ യോജിച്ച് പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അഭിപ്രായ വ്യത്യാസമില്ലാതെ യോജിച്ച് പാസ്സാക്കിയ അപൂർവം നിയമങ്ങളിൽ ഒന്നാണ് സഹകരണ മേഖലയുടെ 57 ഭേദഗതി എന്ന് അഭിമാനത്തോടെ നിങ്ങൾ ആദ്യമായി ചൂണ്ടിക്കാണിക്കട്ടെ. അതിൽ ആദ്യമൊരു തർക്കം മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന് ഉന്നയിച്ചത്. അത് ടേണിന്റെ കാര്യത്തിലാണ്. നിങ്ങൾ ആദ്യം 2 ടേൺ എന്ന് പറഞ്ഞായിരുന്നു പ്രപ്പോസൽ കൊണ്ടുവന്നത്. 14 ജില്ലകളിലെ സഹകാരികളുടെ അഭിപ്രായവും ജീവനക്കാരുടെ അഭിപ്രായവും നിയമജ്ഞന്മാരുടെ അഭിപ്രായവും അതിനുശേഷം മഹാരാഷ്ട്ര ഗവൺമെന്റുമായി അവിടുത്തെ സഹകരണ മേഖലയുടെ സമഗ്രമായ പുരോഗതിയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ അവിടെ പോയി ചർച്ചകൾ നടത്തിയും പിന്നീട് വീണ്ടും കേരളത്തിലെ പ്രമുഖരായ നിയമജ്ഞന്മാരും സഹകാരികളും എല്ലാം കൂടിച്ചേർന്നും ഇരുന്ന് ചർച്ച ചെയ്ത ശേഷം സഭയിൽ ഇത് കൊണ്ടുവരുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും എല്ലാം ചേർന്നൊരു കത്ത് തന്നു. ആ കത്ത് മറ്റൊന്നുമായിരുന്നില്ല, യോജിച്ച് പാസ്സാക്കുന്നതിനുള്ള തടസ്സം 2ആണ്, അതും കൂടെ മാറ്റിയാൽ ഞങ്ങൾ സഹകരിക്കാം. അതിലൊന്ന് 2 ടേൺ എന്നുള്ളത് മാറ്റി 3 ആക്കണം. ആ 3 ടേൺ എന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ
പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് അത് അംഗീകരിച്ചു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബോർഡിനെ സസ്പെൻഡ് ചെയ്യുകയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള മുൻകൂട്ടിയുള്ള സസ്പെൻഷൻ ഒഴിവാക്കണമെന്നുള്ള വിഷയമാണ്. ആ നിർദ്ദേശവും പ്രതിപക്ഷത്തിനുള്ളത് അംഗീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ യോജിച്ചാണ് ഈ 57 ഭേദഗതിയോടുകൂടി ആ നിയമം പാസ്സാക്കിയത് എന്നതാണ് ഏറ്റവും നമുക്ക് അനുഗ്രഹീതമായ ഒരു ഘടകം. രണ്ടാമത് അതിന് ചട്ടം നിർദ്ദേശിക്കുന്നു. ആ ചട്ടവും സമയബന്ധിതമായി തയ്യാറാക്കി ഏറ്റവും അവസാനമായൊരു ഭേദഗതി, എല്ലാ നിയമങ്ങൾക്കും നല്ല ഭേദഗതിയുമായി സഭയിൽ വരാറുള്ള ഒരാളാണ് നമ്മുടെ ഈ അധ്യക്ഷൻ ശ്രീ ജയരാജ്. അദ്ദേഹം നിയമനിർമ്മാണത്തിൽ എപ്പോഴും നന്നായി ഇടപെടുന്ന ഒരു MLA ആണ്. അദ്ദേഹമായിരുന്നു ചട്ടത്തിന് ഏറ്റവും അവസാനമായി ഈ അടുത്ത കാലത്ത് ചില ഭേദഗതി നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ഭേദഗതിയിൽ 3 അംഗീകരിച്ചു, മറ്റെല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് ആ ചട്ടവും സഭ അംഗീകരിച്ചു. ഇങ്ങനെ നിയമവും ചട്ടവും നമുക്ക് പൂർണ്ണമായി കാലോചിതമായി പരിഷ്കരിച്ച് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ രൂപത്തിൽ സംജാതമാക്കിയിരിക്കുന്നു എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കുക. രണ്ടാമത്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 13 വർഷക്കാലമായി നമുക്ക് ക്ലാസിഫിക്കേഷൻ രംഗത്ത് വേണ്ട രൂപത്തിലുള്ള ശ്രദ്ധ വരുത്താതെ ഇങ്ങനെ കെട്ടിക്കിടന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് പരിഹാരമായി ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ പൂർണ്ണമായി ചേഞ്ച് ചെയ്ത് അടുത്ത ദിവസം തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്ന രൂപത്തിലേക്ക് പരിഷ്കരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായും സഹകരണ മേഖലയിലെ ഓണറേറിയം കഴിഞ്ഞ 15 വർഷമായി വർദ്ധിപ്പിക്കാതിരുന്നത് സംബന്ധിച്ച് സഹകാരികളുടെ അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായങ്ങളും ഗവൺമെന്റ് പരിഹരിച്ചു. ഓണറേറിയം വർദ്ധിപ്പിച്ചു, സിറ്റിംഗ് വീർപ്പ് വർദ്ധിപ്പിച്ചു, അത്തരം കാര്യങ്ങളെല്ലാം നിവേദനങ്ങൾ വന്നത് പരിഹരിക്കാൻ പര്യാപ്തമായി നടപടികൾ സ്വീകരിച്ചു. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നമ്മൾ നിയമഭേദഗതിയിൽ തന്നെ ലിക്വിഡേഷനിലേക്ക് പോകുന്ന സംഘങ്ങൾക്ക് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഗ്യാരണ്ടി സ്കീമുണ്ട്, നിക്ഷേപ ഗ്യാരണ്ടി സ്കീം. അത് നിങ്ങൾക്കെല്ലാം അറിയാം, ലിക്വിഡേഷനിൽ പോയി കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ വെച്ച് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതി നടത്തി ഇപ്പോൾ അത് ഒരാൾക്ക് 10 ലക്ഷം രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിക്ഷേപ ഗ്യാരണ്ടി സ്കീം, അത് ലിക്വിഡേഷനിൽ പോകുമ്പോഴല്ല, സംഘത്തിൽ ക്രൈസിസ് വരുമ്പോൾ തന്നെ സംഘം ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ തക്ക രൂപത്തിൽ നിയമം ഭേദഗതി പാസ്സാക്കി എന്ന കാര്യവും അറിയിക്കുകയാണ്.